പണ്ട് നമ്മൾ വല്യമ്മമാരൊക്കെ ചെയ്തിട്ടുള്ള പോലുള്ള ഒരു മട്ടൻ്റെ ഒരു മസാലക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അന്നത്തെ കാലത്തൊക്കെ ഇത് മൺചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചൊരു റെസിപ്പി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പഴമയുടെ പുതുരുചി എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അത് മട്ടൻ മാത്രമല്ല, ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഒരു കപ്പ് ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടൻ ആകുമ്പോൾ ചെറിയ ജീരകം കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ചിക്കനോ ബീഫോ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. വലിയ ജീരകം ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കേട്ടോ. അപ്പോൾ മട്ടനാകുമ്പോൾ നമുക്ക് ആ പഴമയുടെ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണം. അതുപോലെ തന്നെ പച്ചമല്ലിയും കൂടി വേണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ചൂട് പോയിട്ടില്ല. ഈ ചൂടോട് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ആ സമയം കൊണ്ട് ഞാൻ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മട്ടൻ ഈ ഒരു വലുപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 1/2 കിലോ മട്ടൻ കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വരാനായിട്ട് വെക്കണം നമ്മൾ കഴുകിയതിന് ശേഷം. ഇനി നമുക്കൊരു അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ വെക്കാം. നിങ്ങൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ മൺചട്ടി വെക്കുക. മൺചട്ടിയിലാകുമ്പോൾ കുറച്ച് സമയം വേവിക്കേണ്ടി വരും. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആ പഴമയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി നമുക്ക് ഇതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതിങ്ങനെ മുഴുവനോടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. അത് മാത്രം മതി. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 ചെറിയ പീസ് പട്ട അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതിന് വേഗം വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വയന്ന് വരും. ഇപ്പോൾ സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ വേണ്ട. ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി മതി. കാരണം നമ്മളിതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. അതേപോലെ തന്നെ വറുത്ത മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പച്ചമല്ലി അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ 3 വരെ അളവ് തന്നെ എടുത്താൽ മതി. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ തന്നെ മതിയാവും. ഇനി നമുക്ക് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായി സവാളയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും നന്നായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അല്ല, വെന്ത് ഉടഞ്ഞ് വരണം. നല്ലൊരു പേസ്റ്റായിട്ട് വരണം. അപ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 24-25 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ സ്പൂണിൽ അളക്കണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. ചെറിയ അല്ലിയാണ്. വലുതാണെങ്കിൽ ഇത്രയും വേണ്ട. അപ്പോൾ ആ ഒരു അളവിലെടുത്താൽ മതി. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇഞ്ചി പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയുമാണ്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം അരച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ, കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ. ഇനി നമുക്കിതിലോട്ട് വറുത്ത തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ. അപ്പോൾ വറുക്കുന്ന സമയത്ത് നമ്മളതിൽ പെരിഞ്ചീരകം ഇടും, കറിവേപ്പില ഇടും, പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി ഇടും. അങ്ങനെ വറുത്ത് വെച്ച തേങ്ങയാണ്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ആ വേവിച്ച് വെച്ച ഉണ്ടല്ലോ മല്ലിയും കുരുമുളകും ജീരകങ്ങളും അതും ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം.
മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. നമ്മൾ കുരുമുളകൊക്കെ നല്ല വേവിച്ചത് കൊണ്ട് തന്നെ നല്ല കുതിർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളി പീസസൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് ഉടച്ചെടുക്കാഞ്ഞാൽ എന്താ പറയുക, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു തിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലപോലെ ഉടച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി ഉടച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടോ, ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കാം ഈ ഒരു മസാലയിലോട്ട്. കാരണം നമ്മൾ ഇതിലോട്ടാണ് ഈ മട്ടൺ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പൊന്ന് പാകാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉപ്പ് പാകാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മട്ടൺ പീസസ് ഇട്ട് കൊടുക്കാം. മട്ടൺ പീസസ് എല്ലാം വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയമായി, 15 മിനിറ്റായി വെള്ളം വരാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടായാൽ പിന്നെ എന്താ പറയുക, കൂടുതൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിലുള്ള കൈകിയ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഈ മസാലയിലിട്ടിട്ട് ഈ ഇറച്ചി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നല്ല ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് മസാലയിൽ നല്ല പാകം ഉപ്പായിരുന്നു, പക്ഷേ ഇറച്ചിട്ട സമയത്ത് കുറച്ച് ഉപ്പ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. പച്ചവെള്ളം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവാനായിട്ട്, കുക്കർ അടച്ച് വെച്ചിട്ട് വേവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ മട്ടൻ്റെ അനുസരിച്ചിരിക്കും. ചില മട്ടന് നല്ല വേവ് ഉണ്ടാവും, മൂത്ത മട്ടനാണ് ആകുമ്പോൾ. ഇളയ മട്ടനാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ വെച്ചാൽ മതി. അല്ല മൂത്ത മട്ടനാണെങ്കിൽ 2-3 വിസിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു പണിയില്ല, നമുക്കിനി സെർവ് ചെയ്യുന്ന ആവശ്യമുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസാല കറിയാണ് മട്ടന്. പിന്നെ പഴയ ഒരു ടേസ്റ്റ് കിട്ടും ചെയ്യും. പച്ചമല്ലിയും കുരുമുളകും ചെറിയ ജീരകമൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ, പിന്നെ വറുത്ത തേങ്ങയുടെ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.